മെക്ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതാണ്ട് ഒരു വർഷമായി ട്രൈബർ നിരത്തിലിറങ്ങിയിട്ട്. അപ്പോൾ എന്തിനിപ്പോൾ ഈ വാഹനത്തിനെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, റിനോ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വാഹന നിർമ്മാതാക്കളാണ്. ഈ വാഹനത്തിനും റിനോ അതിൻ്റേതായ അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ റിവ്യൂസിലെല്ലാം ഫുൾ ഓപ്ഷൻ വാഹനങ്ങളാണ് കാണിക്കുന്നത്. ഇത് ബേസ് മോഡലാണ്. ഒരു ബേസ് മോഡൽ, അതായത് സാധാരണ ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് റിനോ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ട്രൈബർ വാങ്ങിച്ചാൽ എന്തുകൊണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഡുവൽ ടോൺ കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇത് നമുക്ക് ഡുവൽ ടോൺ കാണാൻ കഴിയാത്തത്. ഡുവൽ ടോൺ ഉദ്ദേശിച്ചത് പാതിക്ക് മുകളിലോട്ട് ബ്ലാക്ക് ആയിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ മോഡലിന് നമുക്ക് ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മോഡലിന്, ഇപ്പോൾ അപ്ഡേഷൻ വന്ന മോഡലിന് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ കാണുന്നത് അലോയ് വീൽസ് അല്ല, അലോയ് വീൽസിന് സമാനമായ ഒരു വീലാണ്. ഇത് വീൽ കപ്പാണ് ശരിക്കും, പക്ഷേ നമുക്കൊരു അലോയ് വീലായിട്ട് തന്നെ തോന്നും. അപ്പോൾ അതിൻ്റേതായ ചിലവും കുറവാണ്. അപ്പോൾ ഇതിന് വരുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ്. അതായത് 165/80/14 ഇതിന് വരുന്ന പ്രൊഫൈൽ, RXL മോഡലിന് വരുന്ന പ്രൊഫൈൽ. അതോടൊപ്പം ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2.64 മീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ്. ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3.99 ആണ്, 3.99 മീറ്റർ. അതായത് ഒരു 4 മീറ്ററിനകത്ത് നിർത്തി ടാക്സ് കൺസെപ്ഷനൊക്കെ കിട്ടാൻ വേണ്ടി എല്ലാ വാഹനങ്ങളും നിർത്തും പോലെ 4 മീറ്ററിനകത്ത് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 1.64 മീറ്റർ, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.74 മീറ്റേഴ്സാണ്. ട്രൈബറിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതൊരു 3 റോ സീറ്റ് വാഹനം എന്നുള്ളതാണ്. ഇപ്പോൾ 3 റോ സീറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ഒരു സ്പേസിൻ്റെ കൺജഷൻ വരാറുണ്ട്. ഇന്നോവ പോലുള്ള വലിയ വാഹനങ്ങൾക്കില്ല. എന്നാൽ ഒരു ചെറിയ മിഡ് സൈസ് വാഹനങ്ങളിലോട്ട് വരുമ്പോൾ 3 സീറ്റ് റോ എന്ന് പറയുമ്പോൾ തന്നെ മൂന്നാമത്തെ റോ സീറ്റ് ഒരു മൂന്നാംകട സീറ്റായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ ട്രൈബറിൽ വരുമ്പോൾ അങ്ങനെയല്ല. 3ാമത്തെ റോ സീറ്റിനും ആവശ്യത്തിലധികം സ്പേസും ലെഗ് റൂമും നൽകുന്ന വാഹനമാണ് ട്രൈബർ. അപ്പോൾ അതിൻ്റെ ഉൾവശങ്ങളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് നമുക്ക് പുറമേ മൊത്തത്തിലൊന്ന് നമുക്ക് വിലയിരുത്താം. ഇതിപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇതിന് ശരിക്കും ORVM മിറേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉള്ള മിറേഴ്സിൻ്റെ ഫുൾ ഓപ്ഷന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സൈഡ് ബീഡിങ്, അത് റിനോയുടെ എല്ലാ വാഹനങ്ങൾക്കും ഒരു ബ്ലാക്ക് ബീഡിങ് നൽകാറുണ്ട്. സൈഡ് ഡോറിലും ആ ബീഡിങ് എല്ലാ മോഡലിലേക്കും, ഇപ്പോൾ ഡസ്റ്ററിലായാലും കിഡിലായാലും ഇങ്ങനെ ഒരു ബീഡിങ് അവർ നൽകാറുണ്ട്. ഒരു വലിയൊരു ബീഡിങ് ഡോറിൽ ഉൾപ്പെടെ നൽകാറുണ്ട്. അത് അതിൻ്റെ ഒരു സ്റ്റൈലിഷ് ഡിസൈൻ്റെ ഭാഗമായിട്ട് അവർ നൽകാറുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഡോർ ഹാൻഡിലെല്ലാം ക്രോം ബീഡിങ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് തന്നെയാണ്. ഇതിന് DRL വരുന്നുണ്ട്, പക്ഷേ ഇത് ഹെഡ്ലൈറ്റിലല്ല. DRL ഈ ഫോഗ് ലാമ്പിൻ്റെ പൊസിഷനിലാണ് DRL വരുന്നത്. LED DRL ആണ്. ഇതിപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇതിൽ DRL ഇല്ലാത്തത്. ഇതിന് ഫോഗ് ലാമ്പില്ല, ഓൾറെഡി ഫോഗ് ലാമ്പില്ല. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ ഒരു ക്രോമിൻ്റെ അംശം കൂടെ വരും. അപ്പോൾ ഹെഡ്ലൈറ്റ് കാണുമ്പോൾ നമുക്ക് അതിൽ കൂടെ തന്നെ DRL ഉണ്ടെന്ന് തോന്നും. ശരിക്കും DRL അവിടെയല്ല, താഴ്ഭാഗത്താണ് വരുന്നത്. ഗ്രില്ലിൽ ക്രോമിൻ്റെ ബീഡിങ് വരാറുണ്ട്. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് ആ ക്രോം ബീഡിങ് ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഹോൺ കാണുന്നുണ്ട്. ഹോൺ പഴയ മോഡലിന് ഒറ്റ ഹോൺ മാത്രമേ ഉള്ളൂ, കമ്പനി ഹോണിന്. ഇതിനിപ്പോൾ 2 ഹോണും ഉണ്ട്. അതോടൊപ്പം ഈ റിനോയുടെ എംബ്ലം, റിനോയുടെ എല്ലാ വാഹനങ്ങളും നമ്മൾ കണ്ടതാണ്. വളരെ വിശാലമായ വലിയൊരു എംബ്ലം വാഹനത്തിന്, അതായത് എത്ര ദൂരം നോക്കിയാലും അത് റിനോയുടെ വണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള എംബ്ലം എല്ലാ വാഹനങ്ങൾക്കും നൽകാറുണ്ട്. താഴെ ഒരു എയർ ഡ്രോം നൽകിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ താഴെ ഒരു ക്രോമിൻ്റെ അംശം ഈ താഴ്ഭാഗത്തും സ്കട്ടിങ് പോലെ നൽകാറുണ്ട്. വീൽ RC തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് നൽകിയിരിക്കുന്ന റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ 50 കിലോ വരെ താങ്ങാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിന് മുകളിൽ കരിയർ ഫിറ്റ് ചെയ്യാൻ കഴിയും, അത് അഡീഷണൽ ഫിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ ആൻറ്റിന ഫ്രണ്ടിൽ ആൻറ്റിന നൽകിയിട്ടുണ്ട്. പിന്നിലോട്ട് വരുമ്പോൾ ഹൈറ്റ് നൽകിയിട്ടുണ്ട്. അത് പിൻ സീറ്റിന് യാത്ര എത്രത്തോളം അവർ പ്രാധാന്യം നൽകുന്നു എന്നതിന് തെളിവാണ് ആ ഹൈറ്റ് നൽകുന്നത്. ടെയിൽ ലാമ്പ് സൈഡിൽ നിന്ന് തുടങ്ങി പിൻഭാഗത്തോട്ട് നീണ്ടു നിൽക്കുന്ന ടൈപ്പ് ടെയിൽ ലാമ്പാണ് നൽകിയിരിക്കുന്നത്. റിനോയുടെ എംബ്ലം, അതുപോലെ ട്രൈബർ എന്നുള്ള നീട്ടിയുള്ള എഴുത്ത്, താഴെ അതുപോലെ റിനോ എന്നുള്ള ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾക്ക് ക്രോം ബീഡിങ് നൽകാറുണ്ട്, ഇതിന് നൽകിയിട്ടില്ല. അതോടൊപ്പം റിവേഴ്സ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. 3 റോ സീറ്റ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതിന് ബൂട്ട് സ്പേസ് കുറവായിരിക്കുമെന്ന്. 84 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് മാത്രമേ ഉള്ളൂ. 84 ലിറ്റർ എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം ഈ സീറ്റുകളെല്ലാം ഫോൾഡ് ചെയ്ത്, ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 625-ൻ്റെ ബൂട്ട് സ്പേസും, അതോടൊപ്പം തന്നെ സെൻട്രൽ റോ സീറ്റും കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ്. 1000 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ലാവിഷാണ്.
അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, കാരണം നമുക്ക് യാത്രക്കാർ കൂടുതലുള്ളപ്പോൾ മാത്രം ഈ സീറ്റ് നൂത്ത് വെച്ചാൽ മാത്രം മതി. ഈ ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. വളരെ വിശാലമായ ഒരു ഡോറാണ്, ഹൈറ്റും വീതിയും എല്ലാം ഉള്ള ഒരു ഡോറാണ്. കാരണം ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് തേർഡ് റോയിലും പോകേണ്ടതുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയായിരിക്കും വളരെ വിശാലമായ ഒരു ഡോറ്. ഒരാൾക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ഓടിക്കയറാവുന്ന രീതിയിലുള്ള ഒരു ഡോറാണ് രണ്ടാം റോയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആംറസ്റ്റ് ഇല്ല, കാരണം ഈ സീറ്റ് ഫോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്ക് രണ്ടാം റോ സീറ്റിനെ കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല, വളരെ വിശാലം തന്നെയാണ്. ഇവിടെയൊക്കെ ഹാൻഡ് ഗ്രിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ടണൽ വളരെ ഫ്ലാറ്റാണ്. അതായത് മൂന്നാമത് നടുക്കിരിക്കുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് നടുക്കിരിക്കാൻ പറ്റുന്ന ഒരു രീതി. അതോടൊപ്പം തന്നെ ഇതിപ്പം ബേസ് മോഡലാണ്. ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾക്ക് ഇവിടെ തന്നെ ചാർജിങ് പോർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന് ഇവിടെ നൽകുന്നില്ല. അതോടൊപ്പം AC-യുടെ നോബ് ഫുൾ ഓപ്ഷൻ ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണുന്നത് അടച്ചു വെച്ചിരിക്കുന്നത് AC-യുടെ നോബാണ്. ബാക്ക് സീറ്റിലുള്ളവർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നോബാണ്. ഇതിപ്പം ബേസ് മോഡൽ ആയതുകൊണ്ടാണ് അത് നൽകാത്തത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മൂന്നാം റോ സീറ്റ് മൂന്നാം തരമാണോ എന്ന് നോക്കാം. ഇതുപോലെ സീറ്റ് പിന്നോട്ട് മടക്കി വളരെ ഈസി ആയിട്ട് തന്നെ കയറാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് സീറ്റ് മടക്കി വെക്കിയപ്പോൾ ഉള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. മടക്കി വെക്കിപ്പോൾ മുട്ടിടിക്കുന്നുണ്ട്, നല്ല വൃത്തി മുട്ടിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ പറയേണ്ട ഒരു കാര്യം, ലെഗ് റൂം കുറവാണെന്നേ ഉള്ളൂ. രണ്ടാം റോ സീറ്റിൽ ഇരുന്ന അതേ കംഫർട്ട് എനിക്ക് പിൻ റോ സീറ്റിൽ നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. നമുക്ക് യാത്ര ചെയ്ത് നോക്കിയാലേ അറിയാൻ കഴിയത്തുള്ളൂ. ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് കംഫർട്ടാണ് എന്ന് യാത്ര പോകുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു അഡീഷണൽ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചരിഞ്ഞിരുന്ന് വിശാലമായി കാലൊക്കെ നീട്ടി വെച്ച് പോകാം. അല്ലെങ്കിൽ ബേബി സീറ്റ് എന്നുള്ളൊരു കൺസേണിൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നൊരു വാഹനമാണ് ഇതിൻ്റെ തേർഡ് റോ സീറ്റ്. അപ്പോൾ ഒരു സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ട് ഒരിക്കലും തേർഡ് റോ സീറ്റിന് കിട്ടില്ല. അതൊരു മിഡ് സൈസ് വാഹനം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നാലും ഇപ്പോൾ സാധാരണ ഫാമിലിയിൽ 5 or 6 ഉള്ളവർക്ക് 1 or 2 പേര് കൂടുതലുള്ളവർക്ക് ഈ വാഹനം വളരെ ഉപകാരപ്രദം തന്നെയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, തേർഡ് റോയുടെ കംഫർട്ടിന് വേണ്ടി ആംറസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് സെക്കൻഡ് റോ സീറ്റിലും ഫ്രണ്ട് റോ സീറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ തേർഡ് റോ സീറ്റിനും AC വെൻറ്റ് നൽകുന്നുണ്ട് ഈ വാഹനത്തിന്. അപ്പോൾ തേർഡ് റോ സീറ്റിൻ്റെ കംഫർട്ടിന് വേണ്ടി അവർ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ക്വാർട്ടർ ഗ്ലാസ്, അത് വളരെ വിശാലമായ ഒരു വലിയ ക്വാർട്ടർ ഗ്ലാസ്സാണ്. കാരണം ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ട്, അതായത് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടാതിരിക്കാൻ പുറത്തോട്ടുള്ള കാഴ്ച വിശാലമാക്കാൻ വേണ്ടി ഒരു വലിയ ക്വാർട്ടർ ഗ്ലാസ് തന്നെ ഇതിൻ്റെ പിൻഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതിൽ ഹാൻഡ് ഗ്രിപ്പ് എല്ലാ സീറ്റിനും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സെക്കൻഡ് റോ സീറ്റിന് AC-യുടെ വെൻറ്റ് ഈ പോസ്റ്റിലാണ് വരുന്നത്. ഇതിപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇതിലില്ലാത്തത്. ബാക്കി എല്ലാത്തിലും ഈ പോസ്റ്റിൽ വരും. അതൊരു എടുത്തു പറയേണ്ട ഒരു മറ്റ് വാഹനങ്ങളിൽ നമ്മൾ അധികം കാണാത്ത ഒരു ഫീച്ചറാണത്. വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച ഒരു എൻജിൻ ക്യാബിനാണ് ട്രൈബറിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ ക്വാളിറ്റി ഈ വാഹനത്തിന് കാണുന്നുണ്ട്. ഈ വാഹനം എത്രത്തോളം സ്പേസ് സേവ് ചെയ്തേക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇതിൻ്റെ വിൻഷീൽഡ് റിസർവോയർ ടാങ്ക് ഇരിക്കുന്നത്. വളരെ ഒതുക്കി എയർ വെൻറ്റിന് അടിയിലാണ് വെച്ചിരിക്കുന്നത്. ട്രൈബറിന് കരുത്ത് നൽകുന്നത് 1 ലിറ്ററിൻ്റെ 3 സിലിണ്ടർ VVT പെട്രോൾ എഞ്ചിനാണ്. ഇതിന് ഡീസൽ എഞ്ചിൻ നിലവിലില്ല. ഡീസൽ എഞ്ചിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അതിൻ്റെ ഡിസൈൻ തന്നെ എഞ്ചിൻ ക്യാബിനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിന് കണക്കാക്കി വളരെ ഒതുക്കി ഒരു ചെറിയ എഞ്ചിൻ ക്യാബിനാണ്. അപ്പോൾ ഇതിൽ ഡീസൽ എഞ്ചിൻ തങ്ങി നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതിൻ്റെ ക്യാബിനിൽ കാണുന്നുണ്ട്. അപ്പോൾ ഡീസൽ എഞ്ചിൻ ഉണ്ടാവാൻ വഴിയില്ല. എന്നാലും ഇതിനൊരു ടെർബോ മോഡൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. റിനോയുടെ കൈഗറിന് യൂസ് ചെയ്ത ഒരു ടെർബോ മോഡൽ 2022 ട്രൈബറിൽ ഉൾപ്പെടുത്തും എന്നാണ് റിനോ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായി ടെർബോ എഞ്ചിന് വേണ്ടി കാത്തിരിക്കാം. 96 Nm ടോർക്ക്, അത് 3500 RPM നൽകാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ് നിലവിൽ ട്രൈബറിന് നൽകിയിരിക്കുന്നത്. അതൊട്ടും മോശമെന്ന് പറയാൻ കഴിയില്ല. കാരണം ആ നൽകുന്ന പവറും പെർഫോമൻസും മൈലേജും വെച്ച് നോക്കുമ്പോൾ വളരെ മാന്യമായുള്ള ഒരു 7 സീറ്റർ വാഹനത്തിന് നൽകുന്ന വളരെ മാന്യമായിട്ടുള്ള പെർഫോമൻസ് ഈ വാഹനം നൽകുന്നുണ്ട്. മുമ്പിറങ്ങിയ മോഡലുകൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഇല്ലായിരുന്നു. എന്നാൽ ഈ വാഹനത്തിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ട്. 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ്, ഡ്രൈവർ സീറ്റാണ് ഇതിനുള്ളത്. റിമോട്ട് ചാർജിങ് ഫെസിലിറ്റിയൊക്കെ വെക്കാൻ കണക്കിനുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ് ഇതിന് നൽകിയിരിക്കുന്നത്.
ഇതിനിപ്പോൾ ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് മാത്രമേ ഉള്ളൂ. ഫുൾ ഓപ്ഷന് ഓക്സും USB പോർട്ടൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേക്കൻറ്റ് സ്പേസാണ് ഈ കാണുന്നത്. സ്മാർട്ട് കീ ഫീച്ചറുള്ള വാഹനമാണ്. പക്ഷേ ഈ വാഹനത്തിന് RXക്ക് സാധാരണ കീ സ്റ്റാർട്ട് തന്നെയാണ്. ബാക്കി മോഡലുകൾക്കെല്ലാം പുഷ് ബട്ടൺ സ്റ്റാർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ മോഡലുകൾക്കെല്ലാം 8 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ടാണ് സാധാരണ ഒരു മ്യൂസിക് സിസ്റ്റം ഇതിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഓക്സും USB ഒക്കെ ഈ സിസ്റ്റത്തിൽ കൂടെ തന്നെ നൽകിയിട്ടുണ്ട്. ഡോർ ലോക്ക് സെൻട്രൽ കൺസോളിൽ നൽകിയിട്ടുണ്ട്. കാരണം ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഒരുപോലെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സെൻട്രലാണ് നൽകിയിരിക്കുന്നത്. താഴെ AC യുടെ നോബുകൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാധാരണ റോട്ടറി സ്വിച്ചുകൾക്ക് സമാനമായ AC നോബുകളാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അവിടെ സ്റ്റോറേജ് സ്പേസ് എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. മധ്യഭാഗത്ത് നൽകിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറൊക്കെ വെക്കാൻ കണക്കിന് നടുക്കൊരു വലിയൊരു ബോക്സ്, വലിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന വേക്കൻറ്റ് സ്പേസ് എന്ന് പറയുന്നത് AC നോബാണ്. പിൻ സീറ്റിലുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു AC ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നോബായിരുന്നു ഈ വേക്കൻ്റായിട്ട് കാണുന്നത്. ഈ കാണുന്ന സ്റ്റിയറിങ് ബേസ് മോഡലിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഓഡിയോ കൺട്രോളും ഹാൻഡ്സ് ഫ്രീ ഒന്നും കാണാത്തത്. ബാക്കി വേരിയൻറ്റുകൾക്കെല്ലാം ഇതിൽ ഹാൻഡ്സ് ഫ്രീ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ മീറ്റർ കൺസോൾ വളരെ രസകരമാണ്. മറ്റ് വാഹനങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അതായത് അതിൻ്റെ റീഡിങ്ങിൻ്റെയൊക്കെ പകുതി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. അത് വളരെ അട്രാക്ഷനായിട്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഡാഷ്ബോർഡ് ഇതിപ്പോൾ സിംഗിൾ കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഫുൾ ഓപ്ഷൻ അങ്ങനെയല്ല. ഫുൾ ഓപ്ഷന് ഈ വരുന്ന ഭാഗം ക്രോമിൻ്റെ അംശമാണ്. അപ്പോൾ ഒരു ഡ്യുവൽ കളർ ഫീല് ഇതിന് നൽകുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഗ്ലൗ ബോക്സൊക്കെ വളരെ വിശാലമായ ബോക്സാണ്. എന്നാൽ ഇതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റിന് ഇതിൻ്റെ സ്വിച്ച് ഇവിടെ മുകളിലാണ് വരുന്നത്. ഡോറിൽ തന്നെ സ്പീക്കേഴ്സും വളരെ വിശാലമായ ഒരു കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. ചരിഞ്ഞ ഒരു കപ്പ് ഹോൾഡറാണ് നൽകിയിരിക്കുന്നത്. പവർ വിൻഡോയുടെ സ്വിച്ചൊക്കെ ഡോറിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ ക്വാളിറ്റിയിലൊന്നും നമുക്ക് സംശയമില്ല. 1 ലിറ്ററിൻ്റെ പ്രൂവ്ഡ് എഞ്ചിനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്യുവൽ VVT എന്ന് ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവ്ഡ് റെസ്പോൺസ് ആൻഡ് ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി. അതായത് റെസ്പോൺസും കിട്ടും, ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടും. അപ്പോൾ ഇതിന് കോസ്റ്റ് എഫക്റ്റീവ്, അതായത് മെയിൻ്റെനൻസ് കുറവാണെന്നാണ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. VVT വരുന്ന വാഹനങ്ങൾക്കൊക്കെ മെയിൻ്റെനൻസ് വളരെ കുറവെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഇത്തരം വാഹനങ്ങളൊന്നും അധികം വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡൗണോ ആയോ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവർ പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത് ഇംപ്രൂവ്ഡ് എൻജിൻ തന്നെയാണ്, ഒരു ബെറ്റർ എൻജിൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യക്കാർ എപ്പോഴും മൈലേജിന് മുൻഗണന നൽകുന്നതുകൊണ്ട് നമുക്ക് ഈ 1 ലിറ്റർ എൻജിനിൽ നമുക്ക് തൃപ്തിപ്പെടാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു 3 റോ സീറ്റ് വാഹനം 1 ലിറ്റർ ഉള്ള ഈ എൻജിൻ 1 ലിറ്റർ എൻജിൻ വലിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് തെളിവ് തന്നെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിക്കപ്പിലോ പുള്ളിങ്ങിലോ വലിയ ഒട്ടും സംശയം തോന്നുന്നില്ല. ഇന്ത്യയുടെ റോഡുകൾക്ക് അനുസരിച്ച് തേരിയും കയറ്റവും കട്ടും കുഴിയും ഉള്ള റോഡുകൾക്ക് മൊത്തം ടെസ്റ്റ് ചെയ്ത് ഓടി 1 ലക്ഷം കിലോമീറ്ററോളം ഓടി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങുന്നത്. അപ്പോൾ ഈ വാഹനം വലിക്കുമോ, അല്ലെങ്കിൽ പല വീഡിയോസിലും ഞാൻ കാണുന്നുണ്ട് വാഹനം കുത്തു തേരിയിലൊക്കെ കൊണ്ട് നിർത്തി കയറ്റി വാഹനം കയറുന്നില്ല എന്ന് പറയുന്ന കുറച്ച് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ശരിക്കും അതിലൊന്നും നമുക്ക് ഏത് വാഹനം വേണമെങ്കിലും സാധാരണ 800 cc ഉള്ള 800 ഓടിച്ച് നടന്ന ആൾക്കാരാണ് ഇന്ത്യക്കാർ. അപ്പോൾ 800 cc കൊണ്ട് നമ്മൾ എവിടം വരെ പോകുന്നു? ഇവിടെ നിന്ന് കന്യാകുമാരി നിന്ന് ലഡാക്ക് വരെ പോയവർ വരെ ഉണ്ട്. അപ്പോൾ ഇത് 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് നിർമ്മാതാക്കളുടെ എഞ്ചിൻ വളരെ എഫക്റ്റീവാണെന്ന് തന്നെ പറയേണ്ടി വരും. ഡ്രൈവബിലിറ്റിയെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഇപ്പോൾ 7 റോ സീറ്റുള്ളൊരു വാഹനമാണ്. 7 പേർക്ക് 7 സീറ്റുള്ളൊരു വാഹനം, 3 റോ സീറ്റുള്ളൊരു വാഹനമാണ്, നീളമുള്ള വാഹനമാണ്. ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ഒരു ചെറിയ വാഹനം, ഒരു 5 സീറ്റ് വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ഈ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ ഉള്ള അപാകത ഈ പറഞ്ഞതുപോലെ ഒരു ഡീസൽ വേരിയൻ്റ് ഈ വാഹനത്തിനില്ല. പക്ഷേ എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 20 കിലോമീറ്റർ മൈലേജാണ് ഈ വാഹനത്തിന് പെട്രോളിന് പറയുന്നത്. അതൊരു 7 സീറ്റ് വാഹനത്തിന് നൽകുന്ന പെട്രോൾ എഞ്ചിന് നൽകുന്ന മൈലേജ് എന്ന് പറയുന്നത് 20 കിലോമീറ്ററാണ്. അത് ഒട്ടും മോശമല്ല. അപ്പോൾ നമുക്ക് ഡീസൽ എഞ്ചിനോളം കടപിടിക്കാൻ കഴിയും ഈ മൈലേജ് കൊണ്ട്. അതുപോലെ പൊല്യൂഷൻ കുറവാണ്. BS6 വാഹനമാണ്. ഇപ്പോൾ അരുവിക്കര ഡാമിൻ്റെ, അതായത് തിരുവനന്തപുരത്ത് മുഴുവൻ ശുദ്ധജലം എത്തിക്കുന്ന അരുവിക്കര ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. നല്ല വളവും തെരുവും അത്യാവശ്യം കയറ്റമൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. വളരെ ഈസി ആയിട്ട് ഈ വാഹനം കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. 1 വർഷത്തോളം ഇത്തരം റോഡുകളിൽ വാഹനം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിരത്തുകളിൽ ഇറക്കുന്നത്.
ഈ വലതുവശത്ത് കാണുന്നതാണ് വാട്ടർ അതോറിറ്റിയുടെ സെറ്റിലിംഗ് ടാങ്ക്. ഇവിടെ നിന്നാണ് നമുക്ക് വെള്ളം തിരുവനന്തപുരത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പ്ലാന്റാണ് നമ്മൾ സൈഡിൽ കാണുന്നത്. ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് പാൻകുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റാണ്. അത് നമ്മൾ വണ്ടി റിവ്യൂ ചെയ്ത അതിന് മുകൾ ഭാഗത്ത് തന്നെയാണ്, അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന മുഖത്ത് തന്നെയാണ്. പെട്രോൾ എഞ്ചിനെന്ന് കരുതി കാല് കൊടുത്താൽ ഉടനെ ഈ വാഹനം കുത്തി കയറത്തില്ല. കാരണം ഇത് ടെർബോ എഞ്ചിനല്ല, സാവകാശം സ്പീഡ് എടുക്കുന്ന ഒരു വാഹനമാണ്. ലോങ് ഡ്രൈവിനൊക്കെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ സമയം തന്നെയാണ് നമുക്ക് സസ്പെൻഷനെ കുറിച്ച് പറയാനുള്ള സമയവും. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് മാക്പേഴ്സൺ സ്റ്റഡ്, അത് ലോവർ ട്രയാങ്കിൾ വിത്ത് കോയിൽ സ്പ്രിങ് തന്നെയാണ്. ബാക്ക് ടോർഷൻ ബീം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ 3ാം നിര സീറ്റ് യാത്രാ സുഖം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് യാത്ര ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. അതും നമുക്ക് ഒരു കുറഞ്ഞ സമയം യാത്ര ചെയ്താൽ പോരാ. അപ്പോൾ 3 റോവര സീറ്റുകളുടെ ക്വാളിറ്റി അറിയണമെങ്കിൽ നമുക്കൊരു ലോങ് യാത്ര തന്നെ പോയി നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതോടൊപ്പം ഇതിൻ്റെ വില, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5.69 ലക്ഷവും ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വാഹനത്തിന് 8.25 ലക്ഷമാണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വാഹനത്തിൻ്റെ വില. അപ്പോൾ വില വെച്ച് നോക്കുമ്പോഴും 3 റോ സീറ്റുള്ള 7 സീറ്റ് വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 5.69 ലക്ഷം എന്നുള്ളത് ഒട്ടും കൂടുതലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ വളരെ ഒരു കുത്തായിട്ടുള്ളൊരു കയറ്റത്തിലാണ്. ഈ വാഹനത്തിൻ്റെ AC ഇട്ടുകൊണ്ടുള്ള പെർഫോമൻസ് നമുക്ക് നോക്കാം. ഒട്ടും ബുദ്ധിമുട്ടില്ല. ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ. ഈ വാഹനം സി കേരളയുടെ ബസിംഗ എന്ന പ്രോഗ്രാമിൽ വിന്നറിന് കിട്ടിയ വാഹനമാണ്. ഈ വാഹനം ഇന്നലെ എറണാകുളത്ത് നിന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കിയതേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഓണറിനെ ഒന്ന് പരിചയപ്പെടാം. മെക്ഡ്രൈവിലേക്ക് സ്വാഗതം. ഒരു ഹായ് പറ. ഇതാണ് നമ്മുടെ അല്ലു. ഇവൻ ബസിംഗോയിൽ നേടിയ വാഹനമാണിത്. എൻ്റെ വീടെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അരീക്കയിലെ കക്കോടെന്ന് ആണ്. എൻ്റെ ഉമ്മച്ചിയുടെ പേര് ജീന, എൻ്റെ അപ്പച്ചിയുടെ പേര് അജുൻ. ഏത് ചാനലാണ്? സി കേരളയുടെ ബസിംഗ എന്നുള്ള പ്രോഗ്രാമിലാണ് ഈ റെനോൾട്ടിൻ്റെ ട്രിബർ കാർ കിട്ടിയത്. എന്താണ് ആ പ്രോഗ്രാം? എന്തായിരുന്നു? ഏറ്റവും കുറഞ്ഞ തുക ബിഡ് ചെയ്യുന്ന ആൾക്കാണ് ആ സമ്മാനം ലഭിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തുക നമ്മൾ ബിഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ സമ്മാനം കിട്ടി. ആ നമ്പർ 2.62, അതായത് വെറും 2.62 രൂപയ്ക്കാണ് ഈ വാഹനം വാങ്ങിച്ചത്. ഓ, ബസിംഗ എല്ലാവരും കളിക്കണം. ബസിംഗയിൽ നിന്ന് കാറെന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കണം. ബസിംഗ കളിക്കും, സമ്മാനങ്ങൾ നേടും.